സ്മാർട്ട് സ്റ്റഡി ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജിയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ശിലകളുടെ ലോകം അഥവാ ദ വേൾഡ് ഓഫ് റോക്സ് എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഈ ഒരു പാഠഭാഗത്തിൽ നാം ശിലകളുമായി ബന്ധപ്പെട്ട മുഴുവൻ അറിവുകളും പഠിക്കുന്നു. ഒന്നോ അതിൽ അധികമോ ധാതുക്കൾ കൂടിച്ചേർന്നാണ് ശിലകൾ രൂപപ്പെടുന്നത്. ശിലകളെക്കുറിച്ച് പഠിക്കുന്ന ജിയോളജിയുടെ പഠനശാഖയാണ് ശിലാവിജ്ഞാനീയം അഥവാ പെട്രോളജി എന്ന് പറയുന്നത്. ശിലകൾ വിവിധ തരത്തിൽ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും നാം ശിലകളെ മൂന്ന് തരത്തിലാണ് തരംതിരിക്കാറുള്ളത്: ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിക ശിലകൾ എന്നിവയാണ് അവ. മേഗ്മ, ലാവ എന്നിവ ഘനീഭവിച്ചുണ്ടാകുന്ന അഥവാ തണുത്തുണ്ടാകുന്ന ശിലകളെ നമ്മൾ ഇഗ്നിയസ് റോക്ക് അഥവാ ആഗ്നേയ ശിലകൾ എന്ന് പറയപ്പെടുന്നു. അവസാദങ്ങൾ ദൃഢീകരിച്ചോ ലായനികളിൽ നിന്നും അവശിഷ്ടപ്പെട്ടോ ഉണ്ടാകുന്ന ശിലകളെ നമ്മൾ സെഡിമെന്ററി റോക്ക് അഥവാ അവസാദ ശിലകൾ എന്ന് അറിയപ്പെടുന്നു. മുമ്പുണ്ടായ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളെ നമ്മൾ മെറ്റാമോർഫിക് റോക്ക് അഥവാ കായാന്തരിക ശിലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആഗ്നേയ ശിലകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മേഗ്മ അല്ലെങ്കിൽ ലാവ എന്ന് പറയുന്ന രണ്ട് പേരുകളെ പരിചയപ്പെട്ടു. എങ്കിൽ എന്താണ് മേഗ്മ, എന്താണ് ലാവ എന്ന് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മേഗ്മ എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിലെ ഉരുകിയ ശിലാദ്രാവത്തെയാണ് നമ്മൾ മേഗ്മ എന്ന് പറയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ഉരുകി നിൽക്കുന്ന മേഗ്മ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലാവ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിക്കുള്ളിലാണ് അത് എങ്കിൽ നമ്മൾ അതിനെ മേഗ്മ എന്നും, ഭൂമിയുടെ പുറത്തേക്ക് അത് ഒഴുകിയെത്തിയാൽ അതിനെ നമ്മൾ ലാവ എന്നുമാണ് അറിയപ്പെടുന്നത്. ചിത്രം നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുറത്തേക്ക് ഒഴുകുന്നതിന് മുൻപ് നമുക്കതിനെ മേഗ്മ എന്ന് കാണാൻ സാധിക്കുന്നു. എന്നാൽ അത് പൊട്ടി പുറത്തേക്ക് ഒഴുകിയതിന് ശേഷം അതിനെ നമ്മൾ ലാവ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ആഗ്നേയ ശിലകളുടെ വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്ക് ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എവിടെ രൂപം കൊള്ളുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇഗ്നിയസ് റോക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഇഗ്നിയസ് റോക്കിനെ മൂന്നായി തരം തിരിക്കാൻ സാധിക്കുന്നതാണ്. പ്ലൂട്ടോണിക് ശിലകൾ അഥവാ അന്തർജാത ശിലകൾ എന്നും ഇൻട്രൂസീവ് റോക്ക് എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. രണ്ടാമതായി വോൾക്കാനിക് ശിലകളാണ്. ഇവ ബാഹ്യജാത ശിലകൾ എന്നും എക്സ്ട്രൂസീവ് റോക്കുകൾ എന്നും അറിയപ്പെടുന്നു. മൂന്നാമതായി ഹൈപ്പബേസൽ ശിലകളാണ്. ഇവ അന്തർജാത ശിലകൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇനി എന്താണ് പ്ലൂട്ടോണിക് ശിലകൾ എന്ന് നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിന് ഏറെ താഴെ രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? പ്ലൂട്ടോണിക് ശിലകൾ എന്ന് പറയുന്നത്. അവ അന്തർജാത ശിലകളാണ് അഥവാ ഇൻട്രൂസീവ് റോക്കുകളാണ്. മേഗ്മ തണുത്തുറഞ്ഞാണ് ഇവ രൂപം കൊള്ളുന്നത്. ഇവയ്ക്ക് ഉദാഹരണമായി നമ്മൾ പറയുന്നത് ഗാബ്രോ, ഗ്രാനൈറ്റ്, പെഗ്മറ്റൈറ്റ് എന്നിവയാകുന്നു. രണ്ടാമതായി നാം പറയുന്നത് വോൾക്കാനിക് ശിലകളെയാണ്. ഇവ എക്സ്ട്രൂസീവ് റോക്ക് എന്നും ബാഹ്യജാത ശിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലകളാണ് വോൾക്കാനിക് ശിലകൾ അല്ലെങ്കിൽ ബാഹ്യജാത ശിലകൾ. ഇവ ലാവ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നു. എക്സാമ്പിളായി പറയുന്നത് ബസാൾട്ട്, റയോലൈറ്റ് എന്നിവയാകുന്നു. അടുത്തതായി നമുക്ക് മൂന്നാമതായി പറയാനുള്ളത് ഹൈപ്പബേസൽ ശിലകളെ കുറിച്ചാകുന്നു. ഭൗമോപരിതലത്തിന് അല്പം താഴെയായി എന്നാൽ പ്ലൂട്ടോണിക് ശിലകൾ രൂപം കൊള്ളുന്നതിന് മുകളിൽ ഉണ്ടാകുന്നവയാണ് ഹൈപ്പബേസൽ ശിലകൾ എന്ന് പറയുന്നത്. ഇവ മേഗ്മയിൽ നിന്നും രൂപം കൊള്ളുന്ന അന്തർജാത ശിലകളാകുന്നു. ഇവയ്ക്ക് ഉദാഹരണമായി ഡോളിറൈറ്റിനെയാണ് നാം പറയാറുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇത്രയും സമയം നാം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഏതൊരു സംശയവും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.